കണ്ണൂരിലെ സ്കൂൾ ബസ് അപകടം. സ്കൂൾ ബസ്സിന് യന്ത്ര തകരാറില്ലെന്ന് MVDയുടെ പ്രാഥമിക റിപ്പോർട്ട്. മരിച്ച കുട്ടിയുടെ സംസ്കാരം ഇന്ന്. കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞുണ്ടായ അപകടം ഡ്രൈവറുടെ അശ്രദ്ധയെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. അപകടത്തിൽപ്പെട്ട സ്കൂൾ ബസ്സിന് യന്ത്ര തകരാറില്ലെന്നാണ് MVDയുടെ പ്രാഥമിക റിപ്പോർട്ട്. അതേസമയം അപകടത്തിൽ മരിച്ച കുട്ടിയുടെ സംസ്കാരം ഇന്ന് നടക്കും. പൊറുക്കള സ്വദേശിയായ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ S. രാജേഷാണ് മരിച്ചത്. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നേദ്യ പഠിച്ച കുറുമാത്തൂർ ചിന്മയ UP സ്കൂളിൽ പൊതുദർശനമുണ്ടാകും. നിയന്ത്രണം വിട്ട് മലക്കം മറിഞ്ഞ ബസ്സിൽ നിന്ന് കുട്ടി തെറിച്ചു വീഴുകയായിരുന്നു. ബസിന്റെ ബ്രേക്കിനും എഞ്ചിനും തകരാറുണ്ടായിരുന്നില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. അപകടത്തിന് ശേഷവും ബ്രേക്ക് കൃത്യമായി പമ്പ് ചെയ്യുന്നുവെന്നാണ് MVDയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അപകട കാരണം ഡ്രൈവറുടെ അശ്രദ്ധയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഫോൺ ഉപയോഗിച്ചതിനാൽ ശ്രദ്ധ പാളിയതാകാൻ സാധ്യതയുണ്ടെന്നും MVI ഉദ്യോഗസ്ഥൻ റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡും അപകട കാരണമായെന്ന് നിഗമനം. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് RTOയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഡ്രൈവറുടെ മെഡിക്കൽ പരിശോധന നടത്താനാവശ്യപ്പെട്ട് MVD പോലീസിന് കത്ത് നൽകിയിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ 18 കുട്ടികളിൽ ഭൂരിഭാഗം പേരും ആശുപത്രി വിട്ടു. ഡ്രൈവർ നിസാമും ആയ സുലോചനയും തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇറക്കത്തിൽ ബസിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് മറിയാൻ കാരണമെന്നാണ് ഡ്രൈവറുടെ മൊഴി.